ഹലോ എവരി വൺ, PCB ഡിസൈനിങ്ങിനെ പറ്റി പഠിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ട്യൂട്ടോറിയലുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നവയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു PCB മാനുഫാക്ചറിംഗ് സ്റ്റേജുകളെ പറ്റിയാണ്. ഇത് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റലായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രീവിയസ് വീഡിയോ കൂടി കണ്ടിട്ട് വരിക. എങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പം ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മൾ PCBയിൽ, അതായത് PCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ് PCB എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ PCBയിൽ കാണുന്ന ട്രാക്കുകൾ അല്ലെങ്കിൽ ട്രേസുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള ഉത്തരം ഇവിടെയുണ്ട്. അതായത് ഈ ട്രാക്കുകൾ അല്ലെങ്കിൽ ട്രേസുകൾ എന്ന് പറയുന്നത് കോപ്പർ ക്ലാഡ് ബോർഡിൽ നിന്നും സെലക്റ്റീവ് ആയിട്ട് കോപ്പറിനെ റിമൂവ് ചെയ്യുന്നത് വഴി രൂപപ്പെടുന്നവയാണ്. പ്രധാനമായും രണ്ടു വിധത്തിലാണ് സാധാരണയായി കോപ്പറിനെ റിമൂവ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് ആസിഡ് എച്ചിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് മെക്കാനിക്കൽ മില്ലിംഗ് എന്നാണ് പറയുന്നത്. ആസിഡ് എച്ചിങ് ആണ് ഇൻഡസ്ട്രിയൽ ആയിട്ട് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന മെത്തേഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം ഒത്തിരി ബോർഡുകൾ ഈ ഒരു മെത്തേഡ് വഴി ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു മെത്തേഡിന് ഒരു ദോഷവശം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു മെത്തേഡിൽ, അതായത് ഈ ആസിഡ് എച്ചിങ് മെത്തേഡിൽ കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കുമൊക്കെ ഹാനികരമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് ഇത് മാറുന്നതാണ്. പിന്നീടുള്ളത് രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള മില്ലിംഗ് എന്ന് പറയുന്നത്, അതായത് മെക്കാനിക്കൽ മില്ലിംഗ് മെത്തേഡ് ആണ്. ഈ ഒരു മെത്തേഡ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പ്രോട്ടോടൈപ്പ്, അതായത് വളരെ കുറച്ച് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമ്മുടെ വീടുകളിലോ മറ്റോ ഒക്കെ ചെറിയ പ്രോട്ടോടൈപ്പ് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോട്ടോ ലിത്തോഗ്രാഫി ആൻഡ് കെമിക്കൽ എച്ചിങ് എന്നുള്ള കാര്യമാണ്. അതായത് ഈ ഫോട്ടോ ലിത്തോഗ്രാഫി, കെമിക്കൽ എച്ചിങ്, ഈ ഒരു മെത്തേഡിലൂടെയാണ് നമുക്ക് വേണ്ട PCB ജനിക്കുന്നത്. ഒരു കോപ്പർ ക്ലാഡ് ബോർഡ് PCBയിലേക്ക് മാറുന്നതിന്റെ ഇടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഫോട്ടോ ലിത്തോഗ്രാഫി ആൻഡ് കെമിക്കൽ എച്ചിങ് എന്ന് പറയുന്നത്. അതായത് HN സൊല്യൂഷനിൽ നിന്നും സെലക്റ്റീവ് ആയിട്ട് ആവശ്യമുള്ള കോപ്പർ ഭാഗങ്ങളെ മാത്രം നിലനിർത്തുകയും ആവശ്യമില്ലാത്ത ഭാഗങ്ങളെ ആ കെമിക്കൽ സൊല്യൂഷനിലേക്ക്, അതായത് HNലേക്ക് അലിയിപ്പിച്ചു കളഞ്ഞ് കോപ്പറിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പ്രോസസ്സ്. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില പോളിമർ സബ്സ്റ്റൻസുകളാണ്, ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചില പോളിമർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഈ പോളിമർ സബ്സ്റ്റൻസുകളെ ഫോട്ടോ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ പോളിമർ സബ്സ്റ്റൻസുകളെ ഫോട്ടോ റെസിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഫോട്ടോ റെസിസ്റ്റ് തന്നെ രണ്ട് വിധത്തിലുണ്ട്, പോസിറ്റീവ് റെസിസ്റ്റ്, നെഗറ്റീവ് റെസിസ്റ്റ്. ഇനി പോസിറ്റീവ് റെസിസ്റ്റ് എന്താണ്, നെഗറ്റീവ് റെസിസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായി നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫോട്ടോ റെസിസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ, അതായത് ഈ പറഞ്ഞ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് എന്ന് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പർ ക്ലാഡ് ബോർഡിന്റെ പുറത്തേക്ക് നമ്മൾ പെയിന്റ് ചെയ്യും. അതായത് ആ കോപ്പറിന്റെ പുറത്തേക്ക് നമ്മൾ പെയിന്റ് ചെയ്യും. ആ ഒരു ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പെയിന്റ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയലിനെ ഇങ്ങനെ പെയിന്റ് ചെയ്തതിനു ശേഷം ഫോട്ടോ ലിത്തോഗ്രാഫി എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഡിസൈൻ, അതായത് നമ്മൾ ഓൾട്ടിയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും PCB ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഡിസൈൻ, അതായത് ട്രാക്കുകളും പാടുകളും ഉൾപ്പെടുന്ന ഡിസൈനെ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. അതായത് ഈ പെയിന്റിലേക്ക്, അതായത് ഈ ഫോട്ടോ റെസിസ്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. അതെങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മുന്നോട്ടുള്ള എക്സ്പ്ലനേഷനുകളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഈ ഫോട്ടോ ലിത്തോഗ്രാഫി മെത്തേഡ്, അതിനകത്ത് ഫോട്ടോ റെസിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഫോട്ടോ ലിത്തോഗ്രാഫി മെത്തേഡ്സിൽ രണ്ട് സ്റ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്
എക്സ്പോസിങ് ദ റെസിസ്റ്റ് ടു ലൈറ്റ്. അത് യൂഷ്വലി യു വി ലൈറ്റ് ആവാം. അതായത് യു വി ലൈറ്റ്, അതായത് നമ്മൾ പെയിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കോപ്പർ ക്ലാഡ് ബോർഡിന്റെ മുകളിലേക്ക് യു വി ലൈറ്റിനെ കൊണ്ടുവന്ന് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. അതായത് സെലക്റ്റീവ് റിമൂവൽ ഇൻ എ കെമിക്കൽ ബാത്ത് എന്നുള്ളതാണ്. അതായത് നമ്മൾ എക്സ്പോസ് ചെയ്തതിന് ശേഷം ഈ എക്സ്പോസ് ചെയ്ത കോപ്പർ ക്ലാഡ് ബോർഡിനെ നമ്മൾ കൊണ്ടുപോയി ഒരു സൊല്യൂഷനകത്ത് ഇട്ട് വെക്കും. അപ്പം യു വി ലൈറ്റ് വീണ ഭാഗത്തെ അല്ലെങ്കിൽ വീഴാത്ത ഭാഗത്തെ, അപ്പം നമ്മൾ ഉപയോഗിച്ച റെസിസ്റ്റിനനുസരിച്ചിട്ട് നമ്മളുടെ പോളിമർ റിമൂവ് ആകും. രണ്ട് ടൈപ്പ് ഫോട്ടോ റെസിസ്റ്റ് ആണ് ഉള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് പോസിറ്റീവ് റെസിസ്റ്റും നെഗറ്റീവ് റെസിസ്റ്റും. ഈ പോസിറ്റീവ് റെസിസ്റ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോസിറ്റീവ് റെസിസ്റ്റ് ആണ് നമ്മൾ കോപ്പറിൽ തേച്ച് പിടിപ്പിച്ചിട്ട് യു വി ലൈറ്റിലോട്ട് എക്സ്പോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യു വി ലൈറ്റ് വീഴുന്ന ഭാഗത്തെ ഫോട്ടോ റെസിസ്റ്റിന്റെ പോളിമറുകളെല്ലാം അല്ലെങ്കിൽ ആ പോളിമർ ചെയിനുകൾ ബ്രേക്ക് ഡൗൺ ആവും, അതായത് പൊട്ടും. അങ്ങനെ പൊട്ടിയിരിക്കുന്ന ആ ഒരു ബോർഡ് എടുത്തിട്ട് ഡെവലപ്പിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ഡെവലപ്പിംഗ് സൊല്യൂഷനിലേക്ക് ഇടുന്ന സമയത്ത് അത് വേർപെട്ട് പോവുകയും ചെയ്യും. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് റെസിസ്റ്റ് ഉപയോഗിച്ച ഒരു കോപ്പർ ക്ലാഡ് ബോർഡ് ആണ് നമ്മൾ എക്സ്പോസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ യു വി ലൈറ്റ് വീഴുന്ന ഭാഗത്തെ പോളിമറുകളെല്ലാം ഈ ഡെവലപ്പിംഗ് സൊല്യൂഷനിൽ അലിഞ്ഞു ചേരും, മിച്ചമുള്ള ഭാഗം എവിടെ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ യു വി ലൈറ്റ് വീഴാത്ത ഭാഗത്തെ പോളിമറുകളെല്ലാം ഡെവലപ്പിംഗ് സൊല്യൂഷനിൽ ഡിസോൾവ് ആയിട്ട് പോകും. അതായത് ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ യു വി ലൈറ്റ് വീഴുന്ന ഭാഗത്തെ പോളിമറുകളെല്ലാം സ്ട്രോങ് ആവുകയും അല്ലെങ്കിൽ കട്ടിയാവുകയും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഡെവലപ്പിംഗ് സൊല്യൂഷനിൽ ഡിസോൾവ് ആയി പോവുകയും ചെയ്യും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് എന്നുള്ളതാണ്. ഈ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കൊരു ഡിസൈൻ ആണല്ലോ നമുക്ക് ഈ ഒരു ഫോട്ടോ റെസിസ്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ്, അതായത് യു വി ലൈറ്റിന്റെയും ഈ ഒരു കോപ്പർ ക്ലാഡ് ബോർഡിന്റെയും ഇടയിൽ വരുന്ന ഒരു പാർട്ടാണ് മാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ PCB ഡിസൈനിന്റെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലെയറിലേക്ക് നമ്മൾ ആദ്യം പ്രിന്റ് ചെയ്യും. അതായത് ഈ ട്രാക്കുകളും പാഡുകളും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ട്രാക്കുകളും പാഡുകളും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലെയറിലേക്ക് പ്രിന്റ് ചെയ്യും. എന്നിട്ട് ആ ലെയർ ആണ് നമ്മൾ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ റെസിസ്റ്റിലേക്ക് ട്രാക്കുകളും പാഡുകളും എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് മാസ്കുകളുണ്ട്. ഒന്ന് പോസിറ്റീവ് മാസ്ക് ആണ്, രണ്ടാമത്തത് നെഗറ്റീവ് മാസ്ക് ആണ്. സാധാരണയായിട്ട് നമ്മൾ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് എക്സ്പോസ് ചെയ്യുന്നതിനും പോസിറ്റീവ് മാസ്ക് പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് എക്സ്പോസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഡിസൈൻ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. ഈ കാണുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഫോട്ടോ റെസിസ്റ്റിന് മുകളിലായിട്ട് മാസ്ക് വെക്കും, എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ യു വി ലൈറ്റ് അടിക്കും. ഇതിനെയാണ് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ഡാർക്ക് ആയിട്ടുള്ള ഏരിയ യു വി ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഏരിയ യു വി ലൈറ്റിനെ കടത്തിവിടുകയും ചെയ്യും. അതുകൊണ്ട് യു വി ലൈറ്റ് ഫോട്ടോ റെസിസ്റ്റിൽ പതിക്കും. ഇങ്ങനെ എക്സ്പോസ് ചെയ്തതിനു ശേഷമാണ് ഡെവലപ്പർ എന്ന് പറയുന്ന കെമിക്കലിലേക്ക് നമ്മൾ ഈ ബോർഡ്, അതായത് എക്സ്പോസ് ചെയ്ത ഈ ബോർഡ് കൊണ്ടുപോയി നമ്മൾ ഇടുന്നത്. ഇനി പോസിറ്റീവ് റെസിസ്റ്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പോസിങ് ടൈമിൽ യു വി റേസ് കാരണം ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള പോളിമറിന്റെ ഭാഗം ഈ ഡെവലപ്പറിൽ ഡിസോൾവ് ആയിട്ട് പോകും. നെഗറ്റീവ് റെസിസ്റ്റിന്റെ കേസിലാണെങ്കിൽ എക്സ്പോസിങ് ടൈമിൽ യു വി ലൈറ്റ് വീഴാത്ത ഭാഗത്തെ പോളിമറുകൾ അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്റ് ആയിരിക്കും ഡെവലപ്മെന്റ് സൊല്യൂഷനിൽ ഡിസോൾവ് ആയിട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് പോസിറ്റീവ് റെസിസ്റ്റിന് ഉപയോഗിക്കുന്ന ഡെവലപ്പർ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് റെസിസ്റ്റിന് ഉപയോഗിക്കുന്ന ഡെവലപ്പർ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റും ആയിരിക്കും. എക്സ്പോസിങ്ങും ഡെവലപ്മെന്റും കഴിയുമ്പോഴേക്കും നമ്മളുടെ PCB അല്ലെങ്കിൽ നമ്മളുടെ കോപ്പർ ക്ലാഡ് ബോർഡ് ഈ കാണുന്ന രീതിയിലായിട്ടുണ്ടാവും. കോപ്പർ ക്ലാഡ് ബോർഡ് ഇപ്പോൾ എച്ചിങ്ങിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. അതായത് ഈ കാണുന്ന രീതിയിലായതിനു ശേഷം നമ്മൾ ഇതിനെ
ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം പെർസുൽഫേറ്റ് എന്ന് പറഞ്ഞ ലായനിയിലേക്ക് ഇത് മുക്കിയിടും. ഇതിനെയാണ് നമ്മൾ എച്ചിങ് എന്ന് പറയുന്നത്. അതായത് എച്ചിങ് സൊല്യൂഷനിലേക്ക് ഈ ഫോട്ടോ ലിത്തോഗ്രാഫി കഴിഞ്ഞ ബോർഡ് എടുത്ത് ഇടുമ്പോഴേക്കും ഈ ഫെറിക് ക്ലോറൈഡിന്റെ പ്രവർത്തനം മൂലം ഈ നഗ്നമായിട്ട് നിൽക്കുന്ന, അതായത് കവറിംഗ് ഒന്നും ഇല്ലാതെ, കോട്ടിംഗ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കോപ്പറുകളെല്ലാം കൂടി ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ ഈ ഒരു എച്ചിങ് സൊല്യൂഷനിൽ ഡിസോൾവ് ആയി പോകും, അതായത് ലയിച്ചു പോകും. ബാക്കിയുള്ള ഭാഗം അതേപടി നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ ഈ മിച്ചം വരുന്ന PCB എന്ന് പറയുന്നത് ആകെ നമ്മളുടെ FR4 അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസ് സബ്സ്റ്റൻസും പിന്നെ ഈ നമ്മളുടെ ട്രാക്കുകൾ ഉൾപ്പെടുന്ന കോപ്പറും പിന്നെ അവിടുത്തെ ആ ഒരു ഫോട്ടോ റെസിസ്റ്റും മാത്രമായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളുടെ കോപ്പർ ക്ലാഡ് ബോർഡ് ഒരു PCB, ഏകദേശം ഒരു PCB ആയി എന്ന് നമുക്ക് പറയാവുന്നതാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നതിന് തീർച്ചയായും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പഠിക്കാൻ താല്പര്യമുള്ള നമ്മളുടെ യുവാക്കളിലേക്ക്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ യുവാക്കളിലേക്ക് അവരുടെ സ്കിൽസും നോളജും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇത് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.